ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമന്ത്രിമാരും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വേളയിലൊക്കെ മുതിർന്ന നേതാക്കൾ ട്രംപിനെ അടക്കം ആക്രമിക്കുന്ന ഒരു രീതി ഇപ്പോൾ ലോകത്ത് എമ്പാടും ഉണ്ടാകുന്നു. ഈ ഒരു സ്ഥിതിയിൽ നമ്മളുടെ രാജ്യത്ത് റാലികളും മറ്റും നടത്തുന്നതിന് കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ശാരീരികമായ സുരക്ഷാ നടപടികളാണ്. രണ്ടാമത്തെ സാങ്കേതിക നിരീക്ഷണം, അതായത് ഡ്രോണും അല്ല മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള സാങ്കേതിക നിരീക്ഷണം. അതുപോലെ തന്നെ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നേരിടാനുള്ള വിദഗ്ധ പരിശീലനം താഴെത്തട്ടിൽ. ഇപ്പോൾ നമുക്കറിയാം, പ്രധാനമന്ത്രിയും ഇല്ല മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയിലെ മറ്റു മന്ത്രിമാരോ ഒക്കെ എത്തുമ്പോൾ വലിയ കമാൻഡോ സംഘം തന്നെയുണ്ട്, വലിയ സുരക്ഷയാണ് ഉള്ളത്. ആ രീതിയിൽ തന്നെ സംസ്ഥാന പോലീസിലും ആ സംവിധാനം കൊണ്ടുവരണം. കാരണം ഇപ്പോൾ നേതാക്കന്മാരെയാണ് ഇത്തരം ആക്രമണകാരികൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഒരുപക്ഷേ റാലികളും മറ്റും നടക്കുമ്പോൾ ജനങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള പരിശീലനം ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ റാലികളും മറ്റും നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കണം. ആകാശ നിരീക്ഷണം, സാങ്കേതിക സഹായത്തോടുള്ള നിരീക്ഷണവും ഉണ്ടാകണം. ഒപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, അണുവിമുക്തമാക്കി സൂക്ഷിക്കണം. കാരണം ഈ രോഗങ്ങൾ മറ്റുമൊക്കെ ഭാവിയിൽ ഇനി അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ആയുധത്തിൻ്റെ മറ്റൊരു രൂപമായ ഈ രോഗാണുക്കളെ മറ്റും പടർത്തി വിട്ടുകൊണ്ടുള്ള ഒരു രീതിയാകാം. അപ്പോൾ അത്തരത്തിൽ കൂടി ഒരു പരിശീലനം എല്ലായിടത്തും ഇപ്പോഴേ തുടങ്ങണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.